റൗഡികൾ വീണ്ടും വന്നെന്ന് തോന്നുന്നു. ചേട്ടാ, ആൾക്കാർ കൂടുതലുണ്ട്. ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട, വലിയ പ്രശ്നം. എന്റെ അനുവാദമില്ലാതെ ഒരുത്തരും രക്ഷപ്പെടാൻ പോകുന്നില്ല ഈ ഏരിയയില്. ഈ പൊട്ട ക്യാൻറ്റീനിൽ ആരാ വരുന്നതെന്ന് നോക്കട്ടെ, അതെനിക്കൊന്ന് കാണണം. നിനക്ക് ആൾക്കാർ വരുമെന്ന് തോന്നുന്നുണ്ടോ ചേട്ടാ? ഞാൻ ഉദ്ദേശിച്ചത് ആൾക്കാരൊന്നും വന്നില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. നിങ്ങൾ എല്ലാവരും ഒന്ന് സമാധാനിക്കും. എത്ര ചെറിയ ബിസിനസ് ആണെങ്കിലും ഒരു ദിവസം കൊണ്ടൊന്നും ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല. ഇന്ന് കടയുണ്ടല്ലോ അല്ലേ? നമ്മുടെ മെസ്സിലേക്ക് ആളുകൾ വരുമെന്ന് വലിയ ടെൻഷനായിരുന്നു. ഇപ്പൊ നോക്ക്, എത്ര പേരെ വന്നിരിക്കുന്ന ചേട്ടാ. അളിയ, ഞങ്ങളുടെ പരിശ്രമത്തിന് ഒരു ഫലം കിട്ടിയല്ലേ? ആ ധ്രുവ, നീ ചെന്നിട്ട് നിന്റെ ചേട്ടന്റെ അടുത്ത് പോയി നിൽക്കും. എന്നിട്ട് ആരതിയുടെ കയ്യിലുള്ള ഗിഫ്റ്റ് ബോക്സ് നീ മേടിച്ചു വെക്ക്. ആരതിയോട് എന്നിട്ട് അകത്തേക്ക് പൊക്കോളാൻ പറ. വേണ്ട അളിയ, ചേട്ടൻ ചിലപ്പോ ദേഷ്യപ്പെടും. ഇതുവരെ എല്ലാം നല്ല രീതിയിലാണ് നടക്കുന്നത്. അവനും നല്ല സന്തോഷത്തിലാണ്. ഇനി ഞാൻ പോയിട്ട് അവന്റെ സന്തോഷം നശിപ്പിക്കണം. ഏയ്, എത്ര ദിവസം നിങ്ങൾ ഇങ്ങനെ അകന്ന് ദൂരെ മാറി നിൽക്കും? നിന്നെ ഇന്ന് വേദാന്ത് കാറിൽ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ വേദാന്തിന് നിന്നോട് ഒട്ടും ദേഷ്യമില്ല എന്നർത്ഥം. ഭസ്മോ ആരെങ്കിലും ചെയ്തല്ലേ പറ്റൂ. ഒന്നും സംഭവിക്കില്ല, ട്രസ്റ്റ് മീ. ധ്രുവ, ഈ ചാൻസ് മുതലെടുത്തോ. അളിയ, എടാ ഒന്നും പറ്റില്ല, നീ അങ്ങോട്ട് ചെല്ല്. ഇത് ഞാൻ പിടിച്ചോളാം. ചെല്ല് ചെല്ല്. ശരി, ഫീസ് കൊടുക്കാം. ഇന്നിവിടെ ക്യാൻറ്റീൻ തുടങ്ങിയ കാര്യം ആർക്കും അറിയില്ലായിരുന്നു. എന്നിട്ടും ഇത്രയും പേര് വന്നില്ലേ ഇപ്പോ? നോട്ട് ബാഡ്. ഇവിടെ എന്തായാലും നല്ല ബിസിനസ് നടക്കും. പോയി അച്ഛനോട് പറയും.
അവരും ഇത് കണ്ട് സന്തോഷിക്കട്ടെ. ശരി ചേട്ടാ, കറക്റ്റ് ആവട്ടെ. എന്റെ ഐഡിയ എങ്ങനെയുണ്ട്? ഈ ക്രെഡിറ്റ് ഒന്നും ചേട്ടന്റെ അല്ല. അഡ്വാൻസ് വാങ്ങിക്കാൻ കണ്ണേട്ടന്റെ കൂടെ വേദാന്ത ചേട്ടൻ അയക്കാനുള്ള തീരുമാനം തന്നെ എന്റേതാ. അതുകൊണ്ട് ഈ ക്രെഡിറ്റ് മൊത്തം എന്റേതാണെന്നാ പറഞ്ഞത്. അത് ശരി, ആയിക്കോട്ടെ. നീടായിട്ട് കുറച്ചധികം സംസാരിക്കുന്നുണ്ട്. ആദ്യയുടെ അമൂലയുടെയും കൂടെയുള്ള കൂട്ടാ നിന്നെ ഇങ്ങനെ ആക്കിയത്. മുഴുവൻ ക്രെഡിറ്റും നീ തന്നെ എടുത്തോ. അവരൊന്നിച്ചിരിക്കുന്നത് കണ്ടിട്ട് ഞാൻ സന്തോഷിച്ചോളാം. വീട്ടിൽ മെസ്സ് തുടങ്ങിയിട്ട് എന്തൊക്കെ നഷ്ടം സംഭവിച്ചു. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചെന്ന് ഞാൻ എന്നോട് തന്നെ വീണ്ടും വീണ്ടും ചോദിക്കായിരുന്നു. എന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല എന്ന് എനിക്ക് തോന്നി. പക്ഷെ നിങ്ങൾ അതെല്ലാം മാറ്റിമറിച്ചു. നിങ്ങളോടൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല ചെറിയച്ച. സന്തോഷമായിട്ടിരിക്കും, ഞങ്ങൾക്ക് അത് മതി. വീട്ടിൽ അത്രയൊക്കെ സംഭവിച്ചിട്ടും എങ്ങനെ അതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. നിങ്ങളെല്ലാരെയും കാണുമ്പോ എനിക്ക് അഭിമാനം തോന്നുന്നു സിദ്ധാർത്ഥ്. ഈ പ്ലാൻ ഇട്ടത് വേദാന്തും അമൂല്യം ചേർന്ന്. ഞങ്ങൾ അവർക്കെല്ലാം ചെയ്തു കൊടുത്തേ ഉള്ളൂ. അങ്ങനെയൊന്നും നീ പറഞ്ഞൊഴിയണ്ട മോനെ. ഒത്തൊരുമ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യത്തിനെയാ. നിങ്ങളെല്ലാവരും ഒരേ മനസ്സോടെ ഒരുമിച്ച് നിന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഒരിക്കലും നടക്കില്ലായിരുന്നു, എനിക്കുറപ്പാ. എനിക്കിപ്പോ നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് മനസ്സിലാവുന്നില്ല മക്കളെ. ചെറിയമ്മേ, ഇന്ന് മെസ്സ് തുടങ്ങിയ സന്തോഷത്തിൽ നിങ്ങൾ എനർജി ആയിട്ടാ നിക്കണ്ടേ. അതാ വേണ്ടത്, അല്ലാതെ കരയരുത്. അമ്മേ, എന്ത് പറഞ്ഞാലും ഇങ്ങനെ കരയരുത്. ഇത് നമ്മുടെ സ്വന്തം ക്യാൻറ്റീൻ തന്നെയല്ലേ. ഇങ്ങോട്ട് നോക്ക്, നമുക്ക് ഇവിടെ ക്യാൻറ്റീൻ ഉള്ളത് നന്നായി. എപ്പോഴെങ്കിലും അച്ഛനോട് വഴക്കിട്ട് അമ്മ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാതിരുന്നാ നമുക്ക് ഇവിടെ വന്ന് കഴിച്ചിട്ട് പോകാലോ. അത് ശരിയാ ചെറിയമ്മേ. ചെറിയമ്മയുടെ അവിയലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടാ. വീട്ടിലുണ്ടാക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇവിടെ കിട്ടുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. വരുന്നു, മുഴുവൻ കഴിക്കുന്നു. ഇന്ന് ചെറിയമ്മയ്ക്ക് റെസ്റ്റാ. നിങ്ങൾ വീട്ടിലേക്ക് വെക്കും. ഞങ്ങൾ എല്ലാവരും ക്യാൻറ്റീൻ ക്ലീൻ ചെയ്ത് അങ്ങോട്ടേക്ക് വന്നോളാം. അതൊന്നും വേണ്ട മോനെ. ഇപ്പൊ തന്നെ നിങ്ങൾ ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. ഇനി ക്ലീനിങ് ഒന്നും നിങ്ങൾ ആരും ചെയ്യണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം. ഞങ്ങൾക്കാണോ പ്രായമുള്ളത് അതോ അമ്മയ്ക്കോ? അമ്മ ജോലിയൊന്നും ചെയ്യണ്ട. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നാളെ രാവിലെ വന്ന് ജോയിൻ ചെയ്തു. ഇന്ന് നിങ്ങൾക്ക് റെസ്റ്റ്, വീട്ടിലേക്ക് പോയിക്കോ. നടക്ക് നടക്ക്. ചെല്ലമ്മേ. അച്ഛാ ചെല്ല. ആ അമ്മു, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? കാറിൽ ഒരുപാട് സ്ഥലമുണ്ട്, നീ വന്നേ പോവാം. അല്ല, ഇവിടെ എന്തൊരു കള്ളത്തരം? ഒന്നുമില്ല, അവൾ എന്റെ കൂടെ വന്നാട്ടെ, എനിക്കൊരു കൂട്ടിന്. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ തന്നെ ഇവിടെ ആളുകൾ കൂടുതലല്ലേ. ചുമ്മാ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? നിനക്ക് വീട്ടിലേക്ക് പൊക്കൂടെ? വേദാന്തിനോട് മര്യാദയ്ക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റിയില്ല. നീ എന്തേ ആലോചിക്കുന്നേ? അങ്ങോട്ട് നടക്ക. നിന്റെ അച്ഛൻ എത്ര പൊട്ടനാണ് നോക്കി.
എന്താടാ അയ്യോ എന്നൊന്നും ചെയ്യലേ. നീ ഇവിടെ എന്ത് നോക്കിക്കൊണ്ട് നിൽക്കുക? അത് പിന്നെ ആ ശരി, ഇവരെ സൂക്ഷിച്ചു കൊണ്ടോണം. മണ്ടത്തരൊന്നും കാണിക്കരുത്. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് വരാം. ഛേ, ഇവള് പെട്ടെന്ന് പോയല്ലോ. ആരതി ചേച്ചി, ആരതി ചേച്ചി, എന്തിനാ ഈ വിളിക്കുന്നേ? വേദാന്തേട്ടനെ എവിടെയെങ്കിലും കണ്ടോ? ഏട്ടത്തിയൊക്കെ പോയപ്പോ പിന്നാലെ വേദാന്ത ചേട്ടനും പോയി. ഓ അങ്ങനെയാണോ? ശരി. ഉം. അതിഥി ഇങ്ങോട്ട് താ, ഞാൻ ചെയ്തോളാം. അയ്യോ വേണ്ടേ, എനിക്കൊരു അത്യാവശ്യമില്ല, ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തോളാം. ഇവിടെ എന്ത് നടക്കുന്ന അതിഥി? ഇവിടെ ക്യാൻറ്റീൻ നടക്കുന്നു. എന്നോട് വെറുതെ മറച്ചു വെക്കാൻ നോക്കണ്ട. നിങ്ങൾക്ക് രണ്ടുപേർക്കിടയില് എന്താ നടക്കുന്നെന്നാ ചോദിച്ച. ഒന്നും നടക്കുന്നില്ല. എനിക്ക് അവനോട് സംസാരിക്കാൻ ഇഷ്ടമില്ല. ശരി, നിനക്ക് ഇഷ്ടമല്ല എങ്കിൽ ഞാനൊരു ഫ്രീ അഡ്വൈസ് തരട്ടെ. ഇത്രയും പെട്ടെന്ന് ഇത്രയും ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചോ? ആ പറ. നമ്മുടെ ജീവിതത്തില് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവും. കാണുന്നവർക്ക് അതൊരു വിചിത്രമായ കോമ്പിനേഷൻ ആയിട്ട് തോന്നും. പക്ഷെ നമുക്ക് അങ്ങനെ ആയിരിക്കില്ല. അവർ നമുക്ക് ആരാണ്, അവർ നമ്മുടെ കൂടെ നിൽക്കുന്നത് എന്തിനാണ് എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ എന്തൊക്കെയായാലും അവരുടെ പ്രശ്നങ്ങളെല്ലാം മറന്ന് അവർ നമ്മളെ സഹായിക്കാനായിട്ട് വരുമ്പോ ആ ബന്ധം അവർക്ക് ഒരുപാട് സ്പെഷ്യൽ ആണെന്നാണ് അർത്ഥം. ഞാൻ വീട്ടിലായിരിക്കുമ്പോഴും നിങ്ങൾ ഇതുപോലെ നടക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം വളരെ കൂടിയിട്ടുണ്ട്. എന്നിട്ടും കണ്ണൻ ചേട്ടൻ നിന്നെ ഹെൽപ്പ് ചെയ്യാനല്ലേ വന്നത്. കണ്ണൻ ചേട്ടൻ നിന്നെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് നീ ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല അതിഥി. ഇയാൾ എല്ലാവരോടും വിചിത്രമായിട്ടാ പെരുമാറുന്നത്. ഇവൻ ചേട്ടനേക്കാളും വലിയ ഡേഞ്ചറാ. വേദാന്തേട്ടന് കാര്യങ്ങൾ മനസ്സിലാവും, പക്ഷെ ഈ പൊട്ടന് മാത്രം ഒരു കാര്യം മനസ്സിലാവില്ല. എല്ലാവർക്കും എല്ലാവരെയും എപ്പോഴും മനസ്സിലാവണമെന്നില്ല അതിഥി. കൂടെ നിൽക്കുന്ന അത്രയും കാലം നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കുക എന്നുള്ളതിലാ കാര്യം. അതൊക്കെ ശരി തന്നെ, പക്ഷെ ഈ സന്തോഷമൊക്കെ ഞാൻ മാത്രം ആഗ്രഹിച്ചാ മതിയോ? ഇപ്പൊ ഈ പ്രശ്നത്തിന്റെ റീസൺ തന്നെ അവനാ. അത് അവൻ തന്നെ ശരിയാക്കട്ടെ. ഞാൻ താഴ്ന്നു കൊടുക്കുന്നൊന്നും വിചാരിക്കണ്ട. അവൻ നോക്കുമ്പോ ബാക്കിയുള്ളവർ കാണിക്കുന്ന ഒന്നും പ്രശ്നമല്ല, ഞാൻ മാത്രം പ്രശ്നക്കാരി. ഇതുപോലെ ഒരാളെ ശത്രുവിനെ പോലെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല അതിഥി. ഇവിടെ ഈഗോയ്ക്കൊന്നും ഒരു പ്രാധാന്യവും കൊടുക്കരുത്. നമ്മൾ എപ്പോഴും ദൂരത്തേക്ക് മാറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും അകന്നും പോയി എന്ന് വരും. വെറുപ്പുണ്ടാക്കാൻ എളുപ്പാ, സ്നേഹിക്കപ്പെടാൻ ഭയങ്കര കഷ്ടം. നമ്മളെ ആരെങ്കിലും വേദനിപ്പിക്കാൻ നോക്കുമ്പോ നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെ തന്നെയായിരിക്കില്ലേ മറ്റൊരാൾക്ക് ഫീൽ ചെയ്യുന്നതും അതിഥി. ആലോചിച്ച് നോക്ക്. നന്നായിരുന്നു ഇന്നത്തെ ദിവസം. വേദാന്തിന്റെ കൂടെ നിന്ന സമയം പോകുന്നത് അറിയേയില്ല. എപ്പോഴും അവന്റെ കൂടെ തന്നെ നിൽക്കാൻ തോന്നും. സത്യം പറഞ്ഞ വളരെ സ്നേഹമുള്ള സ്വഭാവം അവന്റെ. അച്ഛനോടും ഫാമിലിയോടും എന്ത് നല്ല കെയറിങ് അവൻ കാണിക്കുന്നേ. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചതുപോലെ അവൻ അഭിനയിക്കുന്നതൊന്നുമല്ല. അവൻ എപ്പോഴും അങ്ങനെ തന്നെയാ ഉള്ളത്. ഗുഡ് ജെന്റിൽമാൻ. ഇതാരാ ഇത്? എന്റെ വീടിന്റെ മുമ്പിൽ കൊണ്ട് ബൈക്ക് വെച്ചിട്ട് ഇതുപോലെ ഹോൺ അടിക്കുന്നേ. എന്റെ റാണിയുടെ ഹോണിനേക്കാളും കഷ്ടമാണല്ലോ ഇത്. ആരാ ഇത്?
വേദാന്ത എന്താ ഇതുപോലൊരു പൊട്ട ബൈക്കില്? ഓ, ഇത് സുമേഷിന്റെ ബൈക്കാണല്ലേ? ഓക്കെ ഓക്കെ. ഹായ്, എന്താ ഇവിടെ? അതൊന്നും പറ്റില്ല. അച്ഛനും അമ്മയും ഇവിടെ തന്നെ ഉണ്ട്. അയ്യോ, നിക്ക് 2 മിനിറ്റ്. എനിക്ക് അറിഞ്ഞൂടെ എന്റെ പെണ്ണിനെ. അവള് ഫോൺ എടുത്ത് ഇപ്പൊ എന്നെ തിരിച്ചു വിളിക്കും. എന്നിട്ട് അച്ഛനും അമ്മയും ഉണ്ട്, വരാൻ പറ്റില്ല എന്ന് പറയും. ഒന്ന് സ്ലോ ആയിട്ട് മതി സർ. ഞാൻ ഒട്ടും റൊമാൻറ്റിക് അല്ല എന്ന് നീ തന്നെയല്ലേ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത്. റൊമാൻറ്റിക് ആവാൻ പറഞ്ഞത് ഞാൻ തന്നെയാ. പക്ഷെ ഇതുപോലെ വീടിന്റെ മുന്നിലേക്ക് വരാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്താ അവിടെ നടക്കുന്നത്? ഇവരെന്തായിരിക്കും സംസാരിക്കുന്നത്? ശരി, ആയിക്കോട്ടെ. ഇത്തവണ എന്നോട് ക്ഷമിക്കാമോ? ശരി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അതെന്താ, വരാൻ പാടില്ലേ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ. രാവിലെ മുഴുവൻ ഒരുമിച്ചായിരുന്നല്ലോ. പിന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്നാ ഞാൻ ചോദിച്ചത്. എന്തിനാന്ന് വെച്ചാ നീ എന്നെ വിളിച്ചതുകൊണ്ടാ. ഞാൻ നിന്നെ വിളിച്ചുന്നോ? നീ എന്താ ഈ പറയുന്നേ? നിന്റെ ഹാർട്ട് ബീറ്റ്, നിന്റെ ആഗ്രഹം, അത് ഞാൻ ദൂരെ നിന്ന് കേട്ടു. ഓഹോ, സാറിപ്പോ അത്രയും വലിയ ലെവലിലേക്കൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയല്ലേ? തീർച്ചയായിട്ടും. ശരി, ആയിക്കോട്ടെ. എന്റെ ഹാർട്ട് ബീറ്റ് ഇപ്പൊ എന്താ പറയുന്നേ? ഐ മിസ് യു എന്നല്ലേ പറയുന്നത്. ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ല. ഞാനും നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് നിനക്ക് അറിയുന്ന കാര്യമല്ലേ? നീ എന്നെ അത്രയ്ക്ക് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം എന്നെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവരുത്ത്. ഞാൻ ജീവിതകാലം മുഴുവൻ നിന്റെ കൂടെ ഇരിക്കാം. മിടുക്കിയാണല്ലോ. പുളിങ്ങോക്കി തന്നെ കയറി പിടിച്ചേക്കണേ. ഇത്രയും കല്യാണമൊക്കെ വന്നപ്പോ വേണ്ടെന്ന് പറഞ്ഞ എന്റെ കാര്യം പിടുത്തം കിട്ടി. അല്ലേലും എനിക്ക് അന്നേ തോന്നിയതാ ഇതിലെന്തോ ഉണ്ടെന്ന്. നീ എന്തെങ്കിലും തറുതല പറയുമെന്ന് വിചാരിച്ചപ്പോ ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം തന്നെയാണല്ലോ ഇപ്പൊ പറഞ്ഞേ. എന്റെ മനസ്സിലും അതേ പ്ലാനാ ഉള്ളത്. പക്ഷെ എപ്പോ നടക്കും എനിക്ക് അറിഞ്ഞൂടാ. ശരി, ആയിക്കോട്ടെ. ആ ഡേറ്റ് ഒന്ന് ഡിസൈഡ് ചെയ്തിട്ട് അതിനുശേഷം എന്നെ ഒന്ന് വിളിച്ചാ മതി. അതുവരേക്കും ബൈ ബൈ. എന്തൊരു കഷ്ടം ഇത്. നിന്നെ കാണാനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്, എന്നിട്ട് എന്നെ പറഞ്ഞു വിടുക. ഇപ്പൊ നമ്മൾ പ്രണയിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. പക്ഷെ എന്നെ കൺട്രോൾ ചെയ്യാനുള്ള റൈറ്റ് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. ഈ റൂൾസ് ആരുണ്ടാക്കിയതാ? പ്രണയത്തിൽ ഇതുപോലെ ഒരുപാട് റൂൾസ് ഉണ്ടമ്മോ. നിനക്കൊന്നും അറിയില്ല. പ്രേമിക്കുന്നവരുടെ റൂൾസ് ഒക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു. നിന്റെ റൂൾസ് എല്ലാം നിന്റെ കൈ തന്നെ വെച്ചു. ഇത് നിന്റെ വീടിന്റെ ഏരിയ ഒന്നും അല്ല. ഇവിടുത്തെ കതക്, ഗേറ്റ്, ജനല്, പിന്നെ ഇവിടുത്തെ കമ്പിക്ക് ലൈറ്റിന് വരെ ചെവിയുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് ചെവിയും കൂർപ്പിച്ച് കേൾക്കാൻ വേണ്ടി നടക്കുന്നവരാ. എന്താ ഈ പറയുന്നേ? നോൺസെൻസ്. നിങ്ങൾക്കിത് നോൺസെൻസ് ആയിരിക്കും. പക്ഷെ ഇവിടെ ഇപ്പൊ താമസിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കറിയാം ഇതിന്റെയൊക്കെ സെൻസ് എത്രയുണ്ടെന്ന്. ഇവിടെ നടന്നതൊക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവര് തന്നെ ഓവർ ഇമാജിനേഷൻ ചെയ്ത് നാട് മുഴുവൻ പറഞ്ഞു നടക്കും. അതുകൊണ്ട് വേഗം ഇവിടുന്ന് പോയിക്കും. നീയും നിന്റെ ഒരു കഥകളും ടോട്ടലി അൺപ്രഡിക്റ്റബിൾ. കൂടുതൽ സംസാരിക്കാനൊന്നും സമയം. ഫൈൻ, ബൈ.
ബൈ. ബൈ. ഞാൻ വിചാരിച്ചത് തന്നെ നടന്നു. ഇത് സാധാരണ കാര്യമൊന്നുമല്ല, ഇടുക്കി തന്നെയാണ്.